നമുക്കിന്ന് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോത്ത് വരട്ടിയതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം നല്ല ചൂട് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വെൽക്കം ടു രഞ്ജൂസ് വേൾഡ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ പോത്താണ് കേട്ടോ വാങ്ങിയത്. അതിന് ഞാൻ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫുള്ളായിട്ട് കുക്കറിനകത്തേക്കൊന്ന് മാറ്റണം. അപ്പോൾ അതേ കുക്കറിനകത്തേക്ക് ഞാൻ ഫുൾ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറി ലീവ്സ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് അതിൻ്റെ തണ്ടോട് കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. ഇനി പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 1 സ്പൂൺ നാരങ്ങ നീര്. അപ്പം ഇത് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിരുമുക. അപ്പം മസാലയൊക്കെ അതിനകത്തേക്കൊന്ന് പിടിച്ചിരിക്കും. എന്നിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കണില്ല, ഒരു കുറച്ച് വെള്ളം മാത്രം, അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കത് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 7 വിസിൽ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7ാമത്തെ വിസിലിന് ശേഷം ഞാനതൊന്ന് ഓഫാക്കിയിട്ടു. എന്നിട്ട് കുക്കർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ കുക്കർ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം, ഇത് നല്ലൊരു ടേസ്റ്റ് മേക്കറുമാണ്, നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്, ഞാൻ അപ്പോൾ അരിഞ്ഞതാണ് കേട്ടോ ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ചേർത്താൽ മതി. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ വേറൊരു ടേസ്റ്റ് മേക്കറായിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്ത് അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ തേങ്ങാക്കൊത്തും പെരിഞ്ചീരകമൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചുമക്കുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പം അപ്പോഴേക്കും നമ്മുടെ കുക്കർ ആവിയൊക്കെ മാറി അതൊന്ന് തണുത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമുണ്ട്. അതിന് നമ്മൾ ആകെ ഇച്ചിരി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുക്കർ നിറയെ വെള്ളമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് എടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുമന്നുള്ളിയാണ്. അപ്പം ഞാൻ ഒരു ബൗൾ നിറയെ ചുമന്നുള്ളിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഒരു ബൗൾ ചുമന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി ലീവ്സും അതിൻ്റെ തണ്ടോട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. ആ ചുവന്നുള്ളിയുടെ മധുരമൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറൊന്നാവണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ക്രഷ്ഡ് പെപ്പർ. അപ്പോൾ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ 1 സ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരേക്കും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിലിരിക്കുന്ന നമ്മുടെ പോത്ത് അത് നമുക്ക് നല്ല വെള്ളമായിട്ടാണ് കേട്ടോ അതിപ്പോൾ ഇരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാല എല്ലാം ആ പോത്തിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമുക്ക് എടുക്കാൻ. അപ്പോൾ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ച് നല്ല വെള്ളമൊക്കെ വറ്റി ഒരു വഴറ്റി ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ചൂട് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു പോത്ത് വഴറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞങ്ങളിവിടെ പോത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ശീലമായിട്ടോ. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റിലും കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം പോത്ത് കറി പോത്തുമായിട്ട് തിന്നാണ് കേട്ടോ എഴുതി വെക്കുന്നത്. അപ്പം നമുക്കതിപ്പോൾ പറഞ്ഞൊരു ശീലമായി. അപ്പോൾ അത് നമുക്ക് സെർവിങ് ബൗളിനകത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള പോത്ത് വഴറ്റിയത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് എപ്പോഴും പ്രിഫർ ചെയ്യില്ല, കാരണം ഇത് റെഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.